പി ആർ വിഷയം. പി ആർ കൊണ്ട് നടക്കാനിരിക്കാനും പറ്റില്ല. എല്ലാവരും പി ആർ. അപ്പോൾ എല്ലാവരും അനുമോൾക്ക് വോട്ട് ചെയ്ത് എല്ലാവരും പി ആറാണ്, അല്ലാണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല അനുമോൾക്ക്. ഇന്ന് എയർപോർട്ടിൽ വന്ന അനുമോള്, അതായത് ട്രിവാൻഡ്രത്തെ കുറച്ച് പേര് വന്നു. അത് കൊച്ചിയിലാണ് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. ട്രിവാൻഡ്രം ആയതുകൊണ്ട് വേണമെങ്കിൽ അനുമോൾക്കൊരു ഇത് ചെയ്യാം, പ്ലേ കളിക്കാം. ഓക്കെ, ഞാൻ എല്ലാവരും കൊച്ചിയിലേക്ക് പോകും, ഞാൻ കൊച്ചിയിലേക്ക് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം പോവാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് അനീഷ്, ഷാനവാസ്, നെവിൻ എല്ലാവരുടെ ഫാൻസാണ് അവിടെ നിന്നത്. ഒരാളുടെ ഫാൻസ് മാത്രമല്ല, അനീഷ് ജനങ്ങളുടെ ഇത്. അനീഷിന് നിങ്ങൾ ഫാൻസുകാർ, പി ആറുകാരും ഇങ്ങനെ താഴ്ത്തി കെട്ടല്ലേ? അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡിലൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നിങ്ങളാണ് താഴ്ത്തി കെട്ടുന്നത്. അയാൾക്ക് പി ആർ ഉണ്ടായിരുന്നു, അക്ബറിന് പി ആർ ഉണ്ടായിരുന്നു, ഷാനവാസ്കാർക്ക് പി ആർ ഉണ്ടായിരുന്നു, അനുമോൾക്ക് പി ആറിന് ടോപ്പ് 5-ൽ. നെവിന് മാത്രമാണ് എൻ്റെ ഒരു ഇതിൽ പി ആറില്ല. പക്ഷെ എന്നാലും പേസ് ഔട്ടിലെ പി ആറില്ലാത്ത, ബാക്കി എല്ലാവർക്കും പേസ് ഔട്ടിലെ പി ആർ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അക്ബറിനാണ് മെഗാ പി ആറോട് നടന്നത്. അത് ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിലും അങ്ങേർക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു, പുറത്തും കണക്ഷൻസ് ഉണ്ടായിരുന്നു. ആലോചിക്കുക, നൂറ് എങ്ങനെയാണ് ടോപ്പ് 5-ൽ എത്താണ്ട് ഔട്ടായതെന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുക. അതിനുള്ളൊരു ബുദ്ധിയും കൂടി വേണം. എങ്ങനെയാണ് അക്ബറിന് അവിടെ ടോപ്പ് 5-ൽ സ്ഥാനം കിട്ടിയത്? അത് എന്തുകൊണ്ട്? ആ വോട്ടിംഗ് റിസൾട്ട് നിങ്ങളെ കാണിച്ചായിരുന്നോ? ഇല്ലല്ലോ, ആ വോട്ടിംഗ് റിസൾട്ട് കാണിച്ചിട്ടില്ല. ആലോചിക്കുക, ടിക്കറ്റ് പിന്നാലെ അത്യാവശ്യം ആതിര ഔട്ടായി. അപ്പോൾ ആ വോട്ട് ആര് കയറും? 2 ദിവസം കൊണ്ടാണെങ്കിൽ 100ക്ക് കയറും. ആ വോട്ട് കയറിയിട്ടും എന്തുകൊണ്ട് ആയില്ല? ഈ നിങ്ങളുടെ ഫാൻസ് റെന ഔട്ടായി, റെനയുടെ വോട്ട് പിന്നെ കിട്ടും, ആർക്ക്? അക്ബറിന് കിട്ടും. അതുപോലെ തന്നെ പകുതി കുറച്ച് കിട്ടും. അതുപോലെ തന്നെ അപ്പാനി, അതൊക്കെ കുറച്ച് കിട്ടും. പക്ഷെ എന്നാലും അക്ബറിന് അത്ര ഫാൻസ് ഇല്ല. വെറും ഇന്ന് ഷോ ഓഫാണ്. ഇന്ന് എയർപോർട്ടിൽ വന്നത് പോലും അവൻ്റെ വൈഫ് വന്നത് ബൗൺസേഴ്സ് ആയിട്ടാണ്. എന്തിൻ്റെ ആവശ്യം? എന്ത് ഷോ ഓഫാണ് കാണിക്കുന്നത്? പൈസ എറിഞ്ഞിട്ടുള്ള കളിയാണ്, പൈസ എറിഞ്ഞ് കളിക്കുക. ഈ ഇവനാണ് അവിടെ കണ്ട് ഡ്രാമ കളിച്ച് പറയുകയാണ്, ഞാൻ അനുമോള് പൈസ എറിഞ്ഞ് കളിക്കുകയാണ്, പൈസ എറിഞ്ഞ് ആരുടെയും അതിലൊക്കെ പറഞ്ഞു കേട്ടോ, ആരുടെയും ജീവിതം തുറയ്ക്കുക ഈ കപ്പിന് വേണ്ടത്. ഈ കപ്പ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ആരുടെ ജീവിതം നിങ്ങൾ തുറയ്ക്കുമോ? ഇതാണ് ഈ ചോദ്യം. ഈ കപ്പ് കിട്ടാത്തത് കൊണ്ട് ഈ ആൾക്കാരുടെ ജീവിതം നിങ്ങൾ തുലയ്ക്കുമോ? നിങ്ങളോടാണ്. മനസ്സിലാക്കുക. പൊട്ടത്തരം പറയുമ്പോൾ കുറച്ചേരും യൂസ് ചെയ്യുക, കുറച്ച് യൂസ് ചെയ്യുക. പി ആർ കൊണ്ട് ജയിക്കാൻ പറ്റും. എന്നാൽ അടുത്ത സീസണിൽ പോവുക, ജയിപ്പിക്കുക. ഒരാളെ പി ആർ കൊണ്ട് നിങ്ങൾ ജയിപ്പിക്കുക. നിങ്ങൾ അക്ബറുണ്ടല്ലോ നിങ്ങളുടെ ഒപ്പം, വോട്ട് മറിക്കുന്ന ഒരു പി ആറിൻ്റെ അവൻ്റെ ഒപ്പം പോവുക, ജയിപ്പിക്കുക. എന്നിട്ട് പറയും ഞങ്ങൾ പി ആർ കൊണ്ടാണ് ജയിപ്പിച്ചത്, ഇവിടെ പി ആർ കൊണ്ട് ജയിക്കും എന്നുള്ളത്. അല്ലാണ്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യത്തിന് വന്ന് പുലമ്പുമ്പോൾ ആലോചിക്കുക എല്ലാ കണ്ടസ്റ്റൻസും. അല്ലാണ്ട് ഒരാളെന്നല്ല, ബിൻസി ആയിക്കോട്ടെ, റെന ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ശാരിക ആയിക്കോട്ടെ, എല്ലാവരോടും പറയാം. ഓക്കെ, താങ്ക് യു.